ബന്ദിപ്പൂർ വനമേഖലയിൽ ദേശീയപാത 766 യാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ട കേസ് 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ബന്ദിപ്പൂരിലെ കടുവാ സങ്കേതത്തിലൂടെ കടന്നുപോകുന്ന പാതയ്ക്ക് ബദൽ മാർഗമെന്തെന്ന് വ്യക്തമാക്കാൻ 2019 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ട മലപ്പുറം സാമ്പത്തിക ഇടനാഴി എന്ന ബദൽ പാത സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. കുട്ട മലപ്പുറം സാമ്പത്തിക ഇടനാഴി നിലവിൽ വരുന്നതോടെ ബന്ദിപ്പൂരിലൂടെ കടന്നുപോകുന്ന ദേശീയപാത പൂർണ്ണമായും അടയ്ക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. 109 കിലോമീറ്റർ ദൈർഘ്യമുള്ള സാമ്പത്തിക ഇടനാഴിക്കായി 7123 കോടി രൂപ നീക്കിവച്ചതായും കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചേക്കും. ഭാവിയിൽ ബന്ദിപ്പൂർ പാത അടയ്ക്കുമെന്ന നിർദ്ദേശത്തിൽ കേരളം എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് വ്യക്തമല്ലെങ്കിലും കർണാടകം പിന്തുണയ്ക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ബദൽ പാത നിർദ്ദേശം സുപ്രീം കോടതി അംഗീകരിച്ചാൽ അത് രാഹുൽ ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചേക്കാം. MP എന്ന നിലയിൽ കേന്ദ്ര പദ്ധതിയോട് രാഹുൽ സ്വീകരിക്കുന്ന നിലപാടും സജീവ ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. B. ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.